അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഓപ്ഷണൽ മൊഡ്യൂളിൽ ഇഖ്തിയാരി മൊഡ്യൂളിലെ ലാസ്റ്റ് സെക്കൻഡാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. സുർഖി ഹെഡിങ് എങ്ങനെ കൊടുക്കണം, എങ്ങനെ എഴുതണം എന്നാണ്. ചെറിയ ഒരു പാഠമാണ്, ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് നമുക്ക് ഈ പാഠം അവസാനിപ്പിക്കാം. सुर्खी किसी भी खबर, मजमून, बयान, तहरीर या मौजू की मुख्तसर तरीन शक्ल को कहते हैं जो तहरीर शुरू करने से पहले ऊपर लिखी जाती है. ഏതൊരു എഴുത്താണെങ്കിലും അത് ലേഖനമാകാം, പ്രസംഗമാകാം, മറ്റു എന്തൊരു വാർത്തയാകാം, അതൊക്കെ തുടങ്ങുന്നതിൻ്റെ മുമ്പ് താഴെ പറയുന്നത് എന്തോ അതിൻ്റെ ഒരു ഷോർട്ടായിട്ട് അതിൻ്റെ മുകളിൽ കൊടുക്കുന്ന, ഏറ്റവും മുകളിൽ കൊടുക്കുന്ന ഒന്നാണ് हेडिंग എന്ന് പറഞ്ഞത്. उसे उन्वान भी कह सकते हैं, लेकिन सहाफ़ती ज़ुबान में उसे सुर्खी का ही नाम दिया गया है. ഉൻവാൻ എന്നാണ് അത് സാധാരണ ഭാഷ പ്രയോഗിക്കാറുണ്ടെങ്കിലും ജേർണലിസ്റ്റുകളുടെ ഇടയിൽ അതിന് സുർഖി എന്ന് തന്നെയാണ് ഈ ടേം ഉള്ളത്. सुर्खियाँ अखबारात और रिसाले की अहम ज़रूरत हैं, जिसके बगैर हम किसी अखबार या रिसाले का तस्वुर ही नहीं कर सकते. സുർഖി ഒരു ഹെഡിങ് ഇല്ലാതെ ഒരു മാഗസിനും ഒരു പത്രവും നമുക്ക് ആലോചിക്കാനേ വയ്യ. सुर्खियाँ खबर या मजमून के ऊपर बहुत मोटे या जली हरूफ में नुमाया तौर पर लिखी जाती हैं. हेडिंगुകൾ എപ്പോഴും വെണ്ടക്കാക്ഷരത്തിലാണ് എഴുതപ്പെടാറുള്ളത്. सुर्खियाँ एक लंबी लाइन में दी जाती हैं, വലിയ ലൈനിൽ തന്നെ വലിയ അക്ഷരത്തിൽ എഴുതുന്നു. दो लाइनों में भी दी जाती हैं. ऊपर की लाइन ज़्यादा मोटे हरूफ में होती है और नीचे की लाइन उससे कम मोटे हरूफ में लिखी जाती हैं. ചില ഹെഡിങ്ങുകൾ ഉണ്ടാവും, തുടക്കത്തെ ഫസ്റ്റ് ലൈന് നല്ല കട്ടിയുള്ളതും രണ്ടാമത്തേത് ചെറുതായിട്ടും അങ്ങനെയൊക്കെ ഉണ്ടാവാം. किसी भी मवाद, मजमून या ख़बर के बारे में फौरी तौर पर मालूमात हासिल करने के लिए सुर्खी बेहद ज़रूरी है. ഏത് വിഷയത്തെക്കുറിച്ചും പെട്ടെന്ന് നമുക്കൊരു നോളജ് കരസ്ഥമാക്കാൻ അത് ഹെഡിങ് അതിൽ വല്ലാത്ത അത്യാവശ്യമായ, അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്. സുർഖി ഉമൂമൻ ബേഹദ് മുഖ്തസർ ഹോത്തി ഹെ, അങ്ങേയറ്റം മുഖ്തസറായിട്ടുള്ള, ഷോർട്ടായിട്ടുള്ളതായിരിക്കും ഹെഡിങ്ങുകൾ എപ്പോഴും. और कम अल्फाज में ख़बर का खुलासा पेश कर देती है. അതിൻ്റെ ആ ചെറിയ കുറഞ്ഞ വാക്കുകളിലൂടെ പരമാവധി താഴെ വരുന്ന വാർത്തയുടെ പൂർണ്ണമായ ആ വാർത്ത ഉൾക്കൊള്ളത്തക്ക വിധത്തിലായിരിക്കും അത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവുക. कभी भी मतन के किसी अच्छे जुमले को सुर्ख के मुंतखब कर लिया जाता है. ചിലപ്പോൾ താഴെ വരുന്ന വാർത്തയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കോട്ടിങ് അല്ലെങ്കിൽ അതിലുള്ള ഒരു പ്രധാന ക്രക്സ്, അതിൽ പറയപ്പെട്ട ഒരു ജുംല തന്നെ ചിലപ്പോൾ ഹെഡിങ് ആയി കൊണ്ടുവന്നിരിക്കാം. സുർഖി का ज़रिया ही कारी ख़बर में दिलचस्पी ले सकता है. ഒരു ഹെഡിങ്ങിലൂടെയാണ് വായനക്കാരന് അതിനോട് വായിക്കാനുള്ള ഇമ്പം ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഇനി സുർഖി തയ്യാറാക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. സുർഖിയാ മുഖ്തസർ ഹോ, ഹെഡിങ്ങുകൾ എപ്പോഴും പരമാവധി വാക്കുകൾ ചുരുങ്ങിയതായിരിക്കണം. സുർഖിയോं से जो बात कहनी है वो वाज़िह और मुकम्मल हो, എന്താണോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് ഹെഡിങ്ങിലൂടെ പ്രകടമായിരിക്കണം. സുർഖിയാ പുർക്കശിജ് और दिल को छूने वाली हो, ഹെഡിങ്ങുകൾ എപ്പോഴും ഉള്ളതാക്കി തീർക്കണം. സുർഖിയാ സെഹൽ അൽഫാസ് മേ ഹോ, വളരെ എളുപ്പമുള്ള പദങ്ങളെ കൊണ്ട് ഉപയോഗിച്ചത് മാത്രമായിരിക്കണം ഹെഡിങ്ങുകൾ. സുർഖിയാ മവാദ് യാ മൗസൂ കോ സഹീ തൗർ പർ പേഷ് കർത്തി ഹം, എന്താണ് നമ്മുടെ ഉദ്ദിഷ്ട ലക്ഷ്യമെങ്കിൽ അത് ആ വിഷയത്തെ അവതരിപ്പിക്കുന്നതായിരിക്കണം. यानी अंदर ख़बर या मजमून में क्या कहा गया है पहली नज़र में ही सुर्खी से ഇഷാറ മിൽ ജായ്. ഇനി താഴെ എന്താണ് പറയാൻ പോകുന്നത് എന്നുള്ളത് ഇതിൽ നിന്ന് തന്നെ, ഈ ഹെഡിങ്ങിലൂടെ തന്നെ ഒരു സൂചന ലഭിച്ചിരിക്കണം. सुर्खियाँ ऐसी हों जो उमूमी तौर पर कारी पर असर डाले न के किसी मखसूस तबके के कारी के लिए तैयार की गई हो. ഏതൊരു വായനക്കാരനും ഇതിന് എന്ത് ചെയ്യണം, ഇത് വായിക്കുന്നതോടുകൂടെ ഒരു ഒരു സ്വാധീനം ഉണ്ടാക്കിയെടുക്കണം. ഒരു പ്രത്യേക വായനക്കാർക്ക് മാത്രം ഉണ്ടാക്കിയെടുക്കുന്നതായി തീരാൻ പാടില്ല. സുർഖിയോं में आम फहम जुबान के फ़िक्रे इस्तेमाल किया जाए तो बेहतर है. പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. സുർഖിയാ ഐസി ഹോ ജോ चूंका दें, हैरत में डाल दें, कारी का दिल जीत लें और कारी सुर्खी पढ़कर ഖബർ പഠने के लिए आमादा हो. ഹെഡിങ് വായിക്കുമ്പോൾ എപ്പോഴും ഒരു അത്ഭുതം അല്ലെങ്കിൽ ഒരു ആശ്ചര്യം, അതുപോലെ വായിക്കാനൊരു താല്പര്യം ഉണ്ടാക്കിയെടുക്കുക, അത് ഒന്നുകൂടെ ഒരു രസം, വായിക്കുന്നതിൽ ഒരു രസം ഉണ്ടാക്കിയെടുക്കുന്ന അത്തരത്തിലേക്കുള്ള
തീരണം. सुर्खियाँ लिखते वक्त इंसानी नफ्सियात और पसंद व नापसंद ध्यान देना भी बेहद ज़रूरी है. ജനങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഹെഡിങ്ങുകൾ തയ്യാറാക്കാൻ. സുർഖിക്ക് അൽഫാസ് കോ മുനാസിബ് തരീഖ സെ ലൈനോ മേ ജമാന ഭി ഏക് ഫൻ ഹെ. ഈ ഹെഡിങ്ങിനെ ഇതിൻ്റെ പ്രത്യേക രീതിയിൽ ലൈനുകളിലായിട്ട് വരികളിലായിട്ട് കോർത്തിണക്കുന്നതും ഒരു പ്രത്യേക കല തന്നെയാണ്. ഇസ്പർ ഖുസൂസി തവജ്ജു ദേന ചാഹിയെ, അതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി ചില ഹെഡിങ്ങുകളുടെ നമൂനകൾ, ഉദാഹരണങ്ങൾ, മോഡലുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കുറേ ഹെഡിങ്ങുകൾ ഇവിടെ കാണാം. അതോടുകൂടെ ഈ പാഠം അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനി അടുത്ത പാഠത്തിലേക്ക് പ്രവേശിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി ഓപ്ഷണൽ മൊഡ്യൂളിൽ ലാസ്റ്റ് ചാപ്റ്ററായിട്ട് കമ്പ്യൂട്ടർ കെ ജരിയെ ഹോനെ വാലെ കാം, കമ്പ്യൂട്ടറിലൂടെ എന്തൊക്കെ പണി ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരേണ്ട ആവശ്യമില്ല, എന്നേക്കാൾ അറിയുന്നവരാണ് നിങ്ങളൊക്കെ. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാനിത് കാര്യമായിട്ടൊന്നും വായിക്കുന്നില്ല. ചില ഹെഡിങ്ങുകൾ അതിലെന്താ പറയുന്നതിനുള്ള സൂചനകൾ മാത്രം തന്നിട്ട് നമ്മുടെ പാഠം അവസാനിപ്പിക്കുകയാണ്. ഓരോ കമ്പ്യൂട്ടറുകളിലും ആയിരക്കണക്കിന് മാലൂമാത്തുകൾ, ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ പറ്റുന്ന മെമ്മറികൾ അതിലുണ്ട്. അതിൻ്റെ കമ്പ്യൂട്ടർ പിന്നെ വ്യത്യസ്ത അതിൻ്റെ ഓരോ ഭാഗങ്ങൾക്കും വ്യത്യസ്ത ഹിദായാത്തുകൾ, നിർദ്ദേശങ്ങൾ നൽകുന്നു. അതിനെയാണ് നമ്മൾ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. വ്യത്യസ്ത പ്രോഗ്രാംസ് എന്തിലൂടെ നടക്കുന്നുണ്ട്? കമ്പ്യൂട്ടറിലൂടെ നടക്കുന്നുണ്ട്. പിന്നെ ഒരേ സമയം തന്നെ വ്യത്യസ്ത പണികൾ ചെയ്തെടുക്കാൻ കഴിയും. അതിൻ്റെ റാമും അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നമുക്കറിയുന്നതാണ്. പിന്നെ ഇതിന് ആദ്യമായിട്ട് ബുനിയാദി ദസ്തൂറുൽ അമൽ, ആ പേര് പഠിച്ചേക്കുക. ബേസിക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, OS എന്ന് നമ്മൾ പറയാമല്ലോ. ബേസിക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ബുനിയാദി ദസ്തൂറുൽ അമൽ, അങ്ങനെ ഒരു സംഗതി അതിനുണ്ടാകും. ഈ പ്രവർത്തനങ്ങളെല്ലാം, അഥവാ ഒരു കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഒരുമിച്ച് ഒരു സിസ്റ്റത്തിന് കീഴിലായിട്ട് നടക്കുന്നതാണ്. ആ സിസ്റ്റത്തിന് പറയുന്ന പേരാണ് ബുനിയാദി ദസ്തൂറുൽ അമൽ എന്നുള്ളത്. അതിൻ്റെ കീഴിൽ അത് ഇൻപുട്ട് ഔട്ട്പുട്ട്, ഇന്ദ്രാജി ഇഖ്റാജി നിസാം കോ ദുരുസ്ത ഓർ ഖായിം രഖ്ന, അതിൻ്റെ ഉത്തരവാദിത്തമാണ് ഇൻപുട്ട് ഔട്ട്പുട്ട്, അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നിലനിർത്തുക, അത് ശരിയായ രീതിയിൽ പ്രവർത്തിപ്പിക്കുക. പിന്നെ അന്തറൂനി ഓർ ഖാരിജി യാഥാസ്ഥിക നിസാമോ കോ ദുരുസ്ത രഖ്ന, അതുപോലെ ഹാർഡ് ഡിസ്ക്, പിന്നെ റോം, ഈ വക സാധനങ്ങളുടെയൊക്കെ മെമ്മറികളെ, അതിൻ്റെ പ്രവർത്തനങ്ങളെയൊക്കെ ശരിയായ രീതിയിൽ കൊണ്ട് നടക്കുക. ഫയലോക്കെ ഇൻതിസാമൊക്കെ ദുരുസ്ത് രഖ്ന, ഫയലുകൾ കൃത്യമായ രീതിയിൽ ഓർഡർ ആക്കുക. ജോബ് വർക്ക് നിസാം ദുരുസ്ത് രഖ്ന, ഇതിനുള്ള ജോബ് വർക്കുകൾ എന്തൊക്കെയുണ്ടോ അതിനൊക്കെ ശരിപ്പെടുത്തുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് ഇവിടെ പറയുന്നുണ്ടാകുമെന്നുള്ളത്. അങ്ങനെ മറ്റു പല കാര്യങ്ങളും ഇവിടെ ഇങ്ങനെ താഴത്തിങ്ങനെ ഈ പ്രധാനപ്പെട്ട ഇതിലുള്ള കമ്പനികൾ, കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട കമ്പനികളൊക്കെ പേര് പറയുന്നുണ്ട്. ആ കമ്പനികൾ, ഇതിൽ പറയുന്ന കമ്പനികളൊക്കെ ഈ കാലഘട്ടത്തിൽ വളരെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ശേഷം പറഞ്ഞത് ടൈപ്പിംഗ് മുഖ്തലിഫ് പ്രോഗ്രാം, ടൈപ്പിങ്ങിന് വേണ്ടിയിട്ട് ടൈപ്പിങ്ങിൻ്റെ വ്യത്യസ്ത പ്രോഗ്രാമുകളുണ്ട്. ടൈപ്പിംഗ് നമ്മൾ ഡോസ് ഫയൽ ആണ് ഇതിന് ഉണ്ടാക്കുന്നത്. മൈക്രോസോഫ്റ്റിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, മൈക്രോസോഫ്റ്റ് വേർഡ് ഫയലാണ് നമ്മളതിന് ടൈപ്പിങ്ങിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. പിന്നെ ആനിമേഷന് വേണ്ടിയിട്ട്, അതുപോലെ ഇൻ്റർനെറ്റ്, അതിന് ഇമെയിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് ടൈപ്പിംഗ് അത്യാവശ്യമായിട്ട് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റു പല കാര്യങ്ങളും അതിൽ പറയുന്നുണ്ട്. MS ഓഫീസ് പരിചയപ്പെടുത്തുന്നുണ്ട്. MS ഓഫീസിലുള്ള വേർഡ്, ആക്സസ്, എക്സൽ, പവർ പോയിൻ്റ്, ഷെഡ്യൂള്, അതൊക്കെ എന്തിനാണ് എന്നിവിടെ പരിചയപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചാൽ മതി, അതൊന്നും ഞാൻ വിശദീകരിച്ചുകൊണ്ട് ബോറടിപ്പിക്കണില്ല. പിന്നെ കമ്പ്യൂട്ടർക്ക് ചെറിയ ബാത്ചീത്ത്, എങ്ങനെ കമ്പ്യൂട്ടറിലൂടെ നമ്മൾ പരസ്പരം സംസാരിക്കാനുള്ള ഓരോ മാർഗങ്ങൾ, ചുരുക്കി പറയുകയാണെങ്കിൽ ഇമെയിൽ എങ്ങനെയാണ് ഇമെയിൽ ഉണ്ടാകുക, അതിനൊരു യൂസർ ID ഉണ്ടാകും, പാസ്വേഡ് ഉണ്ടാകും, ഒരു യൂസർ നെയിം ഉണ്ടാകും. പിന്നെ അതിൽ ഒരു അറ്റിട്ട് കണ്ടാണ് വരിക, യാഹു, ജിമെയിൽ, ഇങ്ങനെയൊക്കെ ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിന് കീഴിൽ പറയുന്നത്.
പിന്നെ അത് നമ്മൾ വ്യത്യസ്ത ബ്രൗസറിലൂടെയാണ് അത് സെർച്ച് ചെയ്തിട്ട് അതിൽ ഈ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് വ്യത്യസ്ത ബ്രൗസറുകളുണ്ട്. അതിൽപ്പെട്ടതാണ് ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ. ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ എന്താണ് കമ്പ്യൂട്ടറിൻ്റെ ഉപയോഗങ്ങൾ, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഉപയോഗങ്ങൾ നടക്കുന്നത്. അതിനൊരു CPU ഉണ്ടാകും, പിന്നെ അങ്ങനെയുള്ള ഒരു മൗസ്, വിൻഡോസാണ് അതിൻ്റെ OS, ആ വിൻഡോസിലൂടെയാണ് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ കുറേ വിശദീകരിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്. ഇതൊന്നും ഞാൻ ഇതിൽ പറയുന്നില്ല. ഇനി ഇവിടെ പറയാനുള്ളത്, ചെറുതായിട്ടെങ്കിലും ഒന്ന് സൂചിപ്പിക്കാനുള്ളത്, ഇവിടെ ഉറുദു പ്രോഗ്രാമേ ത്വരീഖെ അമൽ, എങ്ങനെയാണ് ഉറുദു പ്രോഗ്രാമിംഗ് എങ്ങനെയാണ്, അഥവാ ഉറുദു ടൈപ്പ് ചെയ്യേണ്ടത് എങ്ങനെയാണ്, അഥവാ MS വേർഡ് പോലെ ഇൻപേജ്, ഉറുദുവിൽ ഇൻപേജ്, ഉറുദുവിന് വേണ്ടിയിട്ട് ഇൻപേജ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ഒരു ടൂൾസിൻ്റെ ഒരു ഭാഗമുണ്ട്, ഏരിയയിലുണ്ട്. അവിടെ പോയിട്ട് ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് ടെക്സ്റ്റ് അടിക്കാവുന്നതാണ്. പിന്നെ അത്തരത്തിലാണ് അതിനെക്കുറിച്ച് വിശദീകരിച്ചത്. പിന്നെ ഫോണറ്റിക്കായിട്ട്, അഥവാ നമ്മൾ ഉറുദു നമ്മളെങ്ങനെയാണോ ഉച്ചരിക്കുന്നത് അതുപോലെ ടൈപ്പ് ചെയ്തിട്ട് അത് ഉറുദുവിലാക്കി കൊണ്ടുവരാൻ. അപ്പോൾ ഫിർ എന്നാണെങ്കിൽ PHIR എന്ന് എഴുതിയാൽ ഫിർ എന്ന് ടൈപ്പ് ചെയ്ത് വരും. അങ്ങനെ ടൈപ്പ് ചെയ്ത് വരുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതുപോലെ അങ്ങനെ വേണമെങ്കിൽ നമുക്കിഷ്ടമുള്ള പോലെ ഇതിലുള്ള കീബോർഡുകൾ നമുക്കിഷ്ടമുള്ള പോലെ സെറ്റാക്കാൻ കഴിയും എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. പിന്നെ കീബോർഡിൽ കാണാത്തത് ഷിഫ്റ്റ് അടിച്ച് നോക്കിയാൽ അപ്പോൾ കീബോർഡിൽ കാണാത്ത ഹർഫാൾ അപ്പോൾ വരും. ഇതിൽ ഡിഫാൾട്ടായി ഉപയോഗിക്കുന്ന ഫോണ്ട് നൂരി നെസ്തലിക്കാണ്. ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളാണ് ഈ പാഠത്തിൽ പറയുന്നത്. ചില കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇതൊന്നും നിങ്ങളെ എന്താക്കേണ്ടതില്ല, നിങ്ങൾക്ക് നിങ്ങളെ പഠിപ്പിക്കേണ്ടതില്ല എന്നതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിട്ട് പോയത്. അപ്പം ഇൻഷാ അല്ലാഹ് അതാണ് ഈ പാഠത്തിൽ പറയുന്നത്. ഒരു ആകത്തുക എന്താണ് ഇതിൻ്റെ വർക്കുകൾ എന്നിങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ മതി. ഇൻഷാ അല്ലാഹ് അതോടുകൂടെ ഈ പാഠം അവസാനിക്കുകയാണ്. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇനി നമുക്ക് സെക്കൻഡ് ഓപ്ഷണൽ മൊഡ്യൂൾ B ആണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.